താൻ കണ്ട ഏറ്റവും വലിയ ദീർഘദർശിയായിരുന്നു AK നായരെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ. ശ്രീഹരി നായർ എഴുതിയ AK നായർ എ ലെജൻഡറി ഐക്കൺ എന്ന ജീവചരിത്രം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AK നായരുമായുള്ള ബന്ധം പറഞ്ഞാൽ തീരാത്തതാണ്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി ഇപ്പോഴും ഈ ബന്ധം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകനൊപ്പം തെക്കേ ഇന്ത്യയിൽ പലയിടത്തും കാറിൽ സഞ്ചരിച്ചിട്ടുണ്ട്. പണ്ട് ഹോട്ടൽ സൗകര്യമില്ലാത്ത കാലത്ത് ആന്ധ്രയിൽ പോയപ്പോൾ ഒരാളുടെ മുണ്ട് വിരിച്ചാണ് ഞങ്ങൾ കിടന്നത്. മറ്റേയാളുടെ മുണ്ടുകൊണ്ട് പുതയ്ക്കുകയും ചെയ്തു. ഇന്ന് വടക്കേ മലബാർ നിർജീവമായി പോയിരിക്കുന്നു. BD വ്യവസായവും കൈത്തറി വ്യവസായവും നശിച്ചിരിക്കുന്നു. ഹാൻഡ്ലൂം ടെക്സ്റ്റൈൽ മേഖലയെ ഉന്നതിയിലെത്തിച്ചത് AK നായരായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ പുസ്തകം അനുവാചക തലങ്ങളിൽ എത്തണം, ടി പത്മനാഭൻ പറഞ്ഞു. ജീവിതത്തിൻ്റെ ചരമാദ്രി എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒന്ന് ആലോചിച്ചാൽ ഈ കുടുംബത്തിലെ ഒരാളാണ് ഞാൻ. AK നായരുടെ രണ്ടാമത്തെ മകൻ. ഞങ്ങൾ ഒന്നിച്ചാണ് ഹൈസ്കൂളിൽ പൂർണിമ അജയ് ആലപിച്ച പ്രാർത്ഥനയിൽ തുടങ്ങിയ പ്രസ്തുത ചടങ്ങിൽ പുസ്തക രചയിതാവ് ശ്രീഹരി നായർ പുസ്തകം പരിചയപ്പെടുത്തി. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ പുസ്തകം ഏറ്റുവാങ്ങി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. KV സുമേഷ്, PV സോമരാജൻ, TK പത്മനാഭൻ, രമേശ് കുന്നുമൽ, T പ്രേമാനന്ദ്, മഹേഷ് ചന്ദ്ര, ബാലിക എന്നിവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും വ്യാവസായിക രംഗത്തായിരുന്നാലും സാമൂഹ്യ ജീവിതത്തിൽ വിശിഷ്ടമായി ഓർമ്മിക്കാൻ കഴിയുന്ന നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് AK നായർ. അഴീക്കോട് രാജരാജേശ്വരി ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ അസ്ഥിവാരമൊരുക്കുന്ന നിരവധി കർമ്മബന്ധിതമായ പരിപാടികൾ. അങ്ങനെ കണ്ണൂരിന് ഒരു മുഖവൊരു ആവശ്യമില്ലാത്ത നിലയിൽ അന്നത്തെ ആ കാലഘട്ടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ചൈതന്യമായിരുന്നു AK നായർ എന്ന് എല്ലാം അറിയും. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കാളിയാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരുപാട് സമ്മേളനങ്ങളിൽ നാഷണൽ അന്നത്തെ ഐക്യകേന്ദ്ര കോൺഗ്രസിൻ്റെ കാലത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളിലും ഇതുമായി ബന്ധപ്പെടുന്ന മുന്നേറ്റങ്ങളുമൊക്കെ തന്നെ പരരൂപത്തിലും ഭാവത്തിലും രംഗത്ത് നിറഞ്ഞു വ്യക്തമാണ്. സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ പ്രതലങ്ങളിലും